Namaste. Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചൺ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്പെഷ്യൽ ഡേ ആ. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള കാരണവും എനിക്ക് ഇന്ന് എൻ്റെ പ്രേക്ഷകർ എന്നെ ഇത്രയും സ്നേഹിക്കാൻ കാരണവും എല്ലാത്തിൻ്റെയും പിന്നിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക വർക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് ആ ഒരു എന്താ ഒരു ചാൻസ് തന്നതിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ശരിക്കും ഇന്ന് എനിക്കും ഇവിടെ നിൽക്കാൻ പറ്റിയത്. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് മറയിട്ടോ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ശ്രീനേട്ടനും ചേച്ചിയും കൂടിയാണ്. ശ്രീനേട്ടൻ എനിക്ക് ആ മഴയത്ത് മുൻപേൽ ആ ക്യാരക്ടർ തന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് എൻ്റെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടിയത് തന്നെ. അതൊരിക്കലും ഞാൻ മറക്കില്ല. അപ്പം അതുകൊണ്ട് ശ്രീനേട്ടൻ വരുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ശ്രീനേട്ടനോട് ചോദിച്ചു, ശ്രീനേട്ടൻ എന്താ കഴിക്കാൻ വേണ്ടത്, എന്തൊക്കെ കഴിക്കാം, ഇതെല്ലാം ചോദിച്ചപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞ ശ്രീനേട്ടന് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ബിരിയാണിയെക്കാട്ടിലും ഒരു ഇച്ചിരി വ്യത്യാസമായിട്ട് കൊടുക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞ് വായിക്ക് രുചിയില്ലാത്ത സാധനം ഞാൻ എന്തായാലും കൊടുക്കുകയില്ല. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മുടെ എന്താ പറയുക നാടൻ ബിരിയാണി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ എന്നാലും മസാലയ്ക്ക് ഒരു ചെറിയൊരു വ്യത്യാസം ഞാൻ വരുത്തി, അത്രേ ഉള്ളൂ. പക്ഷെ ആ മസാല നമ്മുടെ വീട്ടിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ആക്ച്വലി ഈ ബിരിയാണി എപ്പം വെക്കാനും ഉണ്ട്. അത് മാത്രമല്ല ഒരുപാട് സമയം നമ്മൾ അടുക്കളയിൽ കളയണ്ട. ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു പണിയല്ലേ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ആ ഒരു പണി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എളുപ്പ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയായിരുന്നു ഇവിടെ ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ഒരു കാര്യം പറയട്ടെ, നമ്മളിപ്പോൾ ഈ ഉള്ളി ഉണ്ടല്ലോ വറുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് വെക്കത്തില്ല, അതായത് ഡെക്കറേറ്റ് ചെയ്യാൻ, അതായത് ബ്രിസ്റ്റ, അതായത് മുരിഞ്ഞ ഉള്ളിയാണ്. ഈ ഉള്ളി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഒന്ന് മുരിച്ച് ഒരു കണ്ടെയ്നറിലാക്കി വെക്കാമെങ്കിൽ ഇതിനുള്ളൊരു ഗുണം എന്നാണെന്നറിയോ, ബിരിയാണിക്കാണെങ്കിലും ചിക്കൻ കറിക്കാണെങ്കിലും മട്ടൻ കറിക്കാണെങ്കിലും നമ്മൾ ഇറച്ചി സംബന്ധമായ ഏത് കറിക്കാണെങ്കിലും ഈ ഉള്ളി ഇടുകയാണെങ്കിൽ വഴറ്റുക എന്നുള്ളൊരു പരിപാടി നമുക്ക് ഒഴിവാക്കാം. ബാക്കി ഇപ്പോൾ നമുക്ക് തക്കാളി ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും ഉള്ളി വഴറ്റിയെടുക്കാനുള്ള സമയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത്. അപ്പോൾ ചില ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാത്ത, ആ സമയത്ത് ഇതൊന്ന് വെള്ളം ഒട്ടും ഈർപ്പമില്ലാതെ എന്നാൽ നല്ല ക്രിസ്പി ആയിട്ട് അത് വറുത്ത് വരുകയും വേണം. ഈ രണ്ട് സാധനം പ്രത്യേകം ശ്രദ്ധിക്കാമെങ്കിൽ ഈ ഉള്ളി കുപ്പിയിലിട്ട് വെച്ചാൽ ഉണ്ടല്ലോ ചീത്തയാവത്തേയില്ല. അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ബിരിയാണി കുറച്ച് ഒരു നോർത്ത് ഫ്ലേവർ ആണോ എന്ന് ചോദിച്ചാൽ ആക്കാം. ഒരു മസാലയ്ക്ക് ഒരു വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ബിരിയാണി എത്ര പോയാലും കറങ്ങിത്തിരിഞ്ഞ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ഒരുപോലെ വരത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയ മസാല മാത്രം. അത് ഇപ്പം മസാലയുടെ രീതി അറിഞ്ഞാൽ മതി, കുറച്ച് കഴിയുമ്പോഴത്തേക്കത്തേക്ക് ഞാൻ പറയാം അത് എങ്ങനെയാണ് അതിൻ്റെ എന്താ പറയുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ അളവ് മസാലയുടെ. ഇന്ന് ഞാൻ എടുക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ മസാലയുടെ അളവാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടി എന്നാന്ന് വെച്ചാൽ മസാലയുടെ അളവാണ്. കുറച്ച് മല്ലി വേണം, പിന്നെ വേണ്ടിയത് നമ്മുടെ ജീരകമില്ലേ, സാദാ ജീരകം, അത്. പിന്നെ വേണ്ടത് ഇത് കുറച്ച് ഷാജീരകമാണ്, അതായത് നമ്മൾ ബിരിയാണിയിൽ ഇടുന്ന ജീരകമാണ് ഇത്. പിന്നെ ഉള്ളത് കുറച്ച് ഏലക്ക, പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ വേണ്ടിയത് വറ്റൽ മുളക്. ഇത് എരിവുള്ളത് എടുത്തോ, അതല്ല എരിവ് അത്രയും വേണ്ട എന്നുള്ളതാണെങ്കിൽ നമുക്ക് കാശ്മീരി എടുത്താലും മതി. പിന്നെ ഉള്ളത് പട്ടയുടെ ഇല, ഗ്രാമ്പൂ, ഇത് ജാതിക്കായുണ്ട്, ജാതിപത്രിയുണ്ട്, പിന്നെ കുറച്ച് കസൂരി മേത്തി. ഇത് തന്നെയാണ് നമ്മൾ മസാലയ്ക്ക് ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മസാലയ്ക്ക് വരുന്നത്. ഇനിയിപ്പം ഇതിനകത്ത് എക്സ്ട്രാ നമ്മുടെ സാധാ നാടൻ മസാലയെക്കാട്ടിലും ഒരു വ്യത്യാസം വരുന്നത് കസൂരി മേത്തിയും ഷാജീരകവും കൂടി ഇതിനകത്ത് അരയ്ക്കും. പക്ഷെ ചിലവർ ഷാജീരകം അരയ്ക്കുന്നുണ്ട്. ഇതിനി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും, ഇന്നത്തെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് പൊടിച്ചു വെക്കാമെങ്കിലല്ലേ ഇത് ചീത്തയാവാതെ കുറേ നാളിരിക്കും. പക്ഷെ ബിരിയാണി മസാല ഇതിപ്പോൾ ഒരു അളവിനെടുത്തല്ലേ നമുക്ക് പൊടിക്കാനൊക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എന്നാ പറയുക ഇച്ചിരി വീതം എടുക്കുവാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ആ അളവൊന്ന് തെറ്റിപ്പോവും. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം അളവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഈ ഒരു ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന അളവിന് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 പ്രാവശ്യം വെക്കാനുള്ള ബിരിയാണിയുടെ മസാല ഈ കാണത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പൊടിച്ച് വെച്ചാൽ മതി.
പിന്നെ മസാല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് എടുത്തങ്ങ് പൊടിച്ചു വെക്കുന്നതിനേക്കാട്ടിലും നല്ലത് അപ്പം എടുക്കുന്നതാണെന്നുള്ളതും ഞാൻ പറയാം. പിന്നെ അപ്പം എടുക്കുമ്പോഴാണ് അതിൻ്റെ മണം ഏറ്റവും നല്ലതായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. അല്ലെങ്കിൽ ആ ഫ്ലേവർ ഇരുന്ന് അതിൻ്റെ മണം പോവുകയെന്ന് പറയല്ലേ, അത് സംഭവിക്കും. അപ്പം അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പൊടിക്കണ്ട. ഇപ്പം ഞാനെടുത്ത ഈ അളവിനും പൊടിക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൻ്റെ നേർപകുതി എടുത്താലും മതി. അപ്പം മാക്സിമം 1 or 2 ബിരിയാണി വെക്കാനുള്ള മസാലയെ കിട്ടത്തുള്ളൂ. നല്ല കട്ടിയുള്ള ചീനച്ചട്ടി ആണെങ്കിലുണ്ടല്ലോ അധികം വേണ്ട, എന്താ പറയുക, അധികമായിട്ട് മൂപ്പിക്കേണ്ട. അതാണ്ട് ഇപ്പം ഇത് തന്നെ പൊട്ടുന്ന സൗണ്ട് നമുക്ക് അറിയാൻ പറ്റും. അത് മതി. ഒരുപാട് അങ്ങ് മുരിഞ്ഞാൽ ചിലപ്പോൾ ആ ചെറു ജീരകമൊക്കെ ഉണ്ടല്ലോ അങ്ങ് മൂത്തുപോകും. അപ്പം ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടെന്ന് മൂത്ത് വരുവാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഒരുപാട് തണുക്കാൻ നിൽക്കരുത്. ആ ചൂടോടെ പൊടിക്കുവാണെങ്കിൽ നമുക്ക് വറ്റൽമുളക് എല്ലാം നല്ലതായിട്ട് പൊടിഞ്ഞു കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഈ ഒരു പട്ടയുടെ ഇലയുണ്ട്, അത് ഒരുപാട് എടുത്ത് ഇടരുത്. വലിയ ഇലയൊക്കെ ആണെങ്കിൽ അര ഇടാവുള്ളൂ. ഞാൻ ഇടപെടേണ്ട ഈ അര ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നോക്കി വെച്ചിടണേ. ഇതിലൊക്കെ ഒരു കുത്തലുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോണം. ആക്ച്വലി ഏതൊരു മസാല നമ്മൾ പൊടിക്കുമ്പം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ഇട്ട് നമ്മൾ ഒന്ന് ചൂടാക്കി എടുത്തോണം. എന്നാലേ ഉപ്പിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മാറത്തുള്ളൂ, മസാല ഇരിക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ മസാല നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മസാലയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഒത്തിരി പൊടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ അങ്ങനെ പോട്ടെ, സ്റ്റോറിങ് വിട്ടേക്കും, നമ്മുടെ ഇഷ്ടം. ഒത്തിരി പൊടിയാനാണെങ്കിൽ ഇപ്പോൾ ഫൈൻ പൗഡർ ആക്കാം. അതല്ല, ക്രഷ് ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ തരിതരിപ്പ് കിട്ടാനാണെങ്കിൽ അങ്ങനെ എടുക്കാം. തരിതരിപ്പോട് കൂടി എടുക്കുകയാണെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് എന്താ അറിയോ, നമുക്ക് ആ സമയത്ത് ഒന്നുകൂടെ ഒന്ന് പൗഡറാക്കി എടുത്തേച്ചാൽ അതിൻ്റെ മണം നല്ലോണം നിൽക്കും. അതുമാത്രം ചിലർക്ക് ഇങ്ങനെ എന്താ പറയുക, ക്രഷിനെക്കാട്ടും കുറച്ചുകൂടെ പൊടിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്ലേവറും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു എന്നാ പറയുക, ഒരു തരിതരിപ്പുള്ളത് ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാനൊരു കുറച്ച് പൗഡറാക്കി എടുത്തേക്കുക. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എളുപ്പ വഴിയാണ്. ഞാൻ ഉള്ളി വഴറ്റാനോ ഇനിയിപ്പോൾ തക്കാളി ചേർക്കോ അങ്ങനെ ഒന്നുമില്ല. എളുപ്പ വഴിയിൽ നമുക്ക് സമയമില്ലെങ്കിലോ ഒക്കെ എളുപ്പ വഴിയിൽ ഒരു നല്ല ബിരിയാണി എങ്ങനെ ചെയ്യാൻ പറ്റും, അതാ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചേർക്കാനുള്ള സാധനങ്ങൾ ചേർക്കാം. ഇവിടെ ഞാൻ ചിക്കൻ്റെ കാര്യം പറഞ്ഞില്ല, പക്ഷെ എന്നാലും ഞാൻ പറയാം, ഇതൊരു വലിയൊരു കോഴിയാണ്. അതിനെ ചിക്കൻ ബിരിയാണിക്കുള്ള കഷ്ണമായിട്ടല്ല ഞാൻ മുറിച്ച്, കുറച്ച് സാധാ നമ്മുടെ കറി പീസിൽ നിന്ന് ഒരു ഇച്ചിരി മുഴുത്തതാണ്. സാധാരണ ഗതിയിൽ ഞാൻ ബിരിയാണി വെക്കുമ്പോൾ അങ്ങനത്തെ കഷ്ണങ്ങളാണ് കൂടുതൽ എടുക്കുക. എന്നാന്നറിയാവോ, മുഴുത്ത കഷ്ണം എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനത്തെ കഷ്ണമാണ്. ഇനി ഇതിനകത്തോട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഞാൻ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടിയിൽ തുടങ്ങാം. നമ്മുടെ പൊടിയിൽ മസാലയിൽ ഇട്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോട്ടെ. മസാല മൂപ്പിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, പക്ഷെ ഉപ്പിടണമെന്നുള്ളവർക്ക് മസാല മൂപ്പിക്കുമ്പോൾ തന്നെ ഉപ്പിട്ടിട്ട് വേണം പൊടിക്കാൻ. ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് മാറ്റി വെച്ച് വേണം സ്റ്റോർ ചെയ്യാൻ. ഇച്ചിരി ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇത് 1 കിലോ കോഴിയാണെങ്കിൽ അറിയാലോ, ഒരു 1.5 വീതമാണ്. പക്ഷേ ഞാൻ ഇതിനകത്ത് 2 ടീസ്പൂണേ ഇടത്തുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. ഇത് നമ്മുടെ മേടിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. പിന്നെ പച്ചമുളക് നമുക്കൊരു 1 കിലോ കോഴിയാണെങ്കിൽ ഒരു 8 പച്ചമുളക് എടുത്തോ. ഇത് ചതച്ചതാണേ. ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങാനീര്, ഒരു അരമുറി നാരങ്ങയുടെ മതി. ഇനി വേണ്ടത് കുറച്ച് മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം മുളക് പൊടി ഇടാൻ. സാധാരണ തലശ്ശേരി ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു മസാല, അതായത് ഗരം മസാല മാത്രമേ ചേർക്കത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആ പരിപാടിയേ ഇല്ല. ഇനി ഞാൻ പറഞ്ഞ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇതിനകത്തോട്ട്. ഇനി വേണ്ടിയത് കുറച്ച് തൈര്. നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്, പുളി അത് നോക്കിയിട്ട് വേണേ. ഒരു 4 ടേബിൾ സ്പൂൺ തൈരും ചേർത്തു.
ഇനി നമ്മൾ ബിരിയാണി മസാല ഇടാൻ പോകുന്നത്. അത് ആദ്യം ഇപ്പോൾ ഒരു കിലോ കോഴിയാണെങ്കിൽ 2 ടീസ്പൂൺ കണക്കാക്കി വെച്ചോളൂ. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലേവർ അനുസരിച്ച് കൂടുതലും കുറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇടാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന ടീസ്പൂൺ അളവല്ല, ടീസ്പൂൺ അല്ല എടുത്തേക്കുന്നത്, പക്ഷെ ഇടുമ്പോൾ ടീസ്പൂൺ എടുത്താൽ മതി. 1 ടീസ്പൂൺ. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ പറയാത്തൊരു കാര്യം, ഇത് വെള്ളമല്ല, ഇത് ശരിക്കും ഞാൻ ഉള്ളി വറുത്ത എണ്ണയാണ്. അപ്പം അതൊരു ഇച്ചിരി ഒഴിക്കണേ. റിഫൈൻഡ് ഓയിൽ, വെളിച്ചെണ്ണ അല്ല, റിഫൈൻഡ് ഓയിൽ. ഇനി ഇതിനകത്തോട്ട് വേണ്ടിയത് കുറച്ച് നെയ്യ്. ബിരിയാണി ബേസിക്കലി ഹെവി ആണ്, പക്ഷെ എന്നാലും എപ്പോഴും കഴിക്കാൻ കൊള്ളുകയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇപ്പം ഇതെന്ത് ചെയ്യാൻ പോവാ, ഈ കംപ്ലീറ്റ് ഒന്ന് കുഴച്ചിട്ട് നമ്മളതിനെ വേഗം വയ്ക്കും. മസാല എല്ലാം നമ്മുടെ ചിക്കനേൽ തേച്ച് പിടിപ്പിച്ചു. ഇപ്പം നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് മസാല ഇല്ല, ഞാൻ ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ നമുക്കറിയാലോ തലശ്ശേരി ബിരിയാണിയിൽ ഗരം മസാല മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമുക്ക് ഒരു ദിവസം ഇവിടെ തലശ്ശേരി ബിരിയാണി വെക്കാം കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് വഴറ്റാനോ പിടിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ എണ്ണ ഊറും. ഒന്നാമത്തെ കാര്യം നമ്മൾ എണ്ണ ചേർത്തിട്ടുണ്ട്, നെയ്യും ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇതിൽ കിടന്ന് വേണം ഈ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് വേവാൻ. വെന്ത് കുഴഞ്ഞു പോകുന്ന പരുവല്ല, പക്ഷെ ഒന്ന് പെരണ്ട് ആ മസാല എത്ര ചോറിനകത്തും കൂടെ നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു എന്താ പറയുക, ചാറല്ല, കൊഴുത്ത ഒരു സാധനമല്ലേ, അങ്ങനത്തെ ഒരു പരുവത്തിന് വേണം നമുക്ക് ചിക്കൻ ആക്കിയെടുക്കാൻ. ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെച്ചേച്ചാൽ അതിനെ അങ്ങ് വിട്ടു കൊടുത്തേക്കാം. നല്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ചിക്കനും വലിയ വേവില്ല, മട്ടൺ ബീഫോ ഒന്നും പോലെ ഒത്തിരി വേവില്ലല്ലോ. പക്ഷെ എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണം, നല്ല തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറയ്ക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അരിയുടെ ആണ്. അരിയൊക്കെ ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും ഉണ്ട് റൈസ് കുക്കേഴ്സ്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്കിന്ന് റൈസ് കുക്കറിൽ തന്നെ അരി ചെയ്യാം. എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ബിരിയാണി റൈസ് അല്ലാതെ നമ്മുടെ എല്ലാ തരം അരികളും ഇതിനകത്ത് വേവും. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇനി നമ്മുടെ അരി ചേർക്കാവേ. സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യുമ്പോഴത്തേക്ക് ബിരിയാണി അരിയിൽ നമ്മൾ എന്തൊക്കെ ഇടുക, ബസ്മതി റൈസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ജീരകം, സാധാ ജീരകമല്ല, കുറച്ച് ഷാജീരകം. ഇതിൻ്റെ അതായത് ബിരിയാണിയുടെ ചോറിനൊരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ്. ഒരു 2-3 ഏലക്കായിട്ട്, ഇപ്പോൾ പിന്നെ ഒരു 2-3 പട്ട, പിന്നെ ഒരു 2-3 ഗ്രാമ്പു, ഒരു ജാതിപത്രി, ഒരു പൂ നല്ലതായിട്ടിടാം. എന്താണെന്ന് വെച്ചാൽ അതിനൊരു മണമൊക്കെ വരണ്ടേ. റൈസ് കുക്കർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേറെ മെനക്കെട്ട പരിപാടികളൊന്നുമില്ല, പക്ഷെ എന്നാലും അറ്റ് ദ സെയിം ടൈം രണ്ടും ആവും. ചിക്കനും വേവണം, അരിയും വേവണം. ഇപ്പം അരി വറുത്ത് കഴിഞ്ഞു, ഇനി അത് നികത്തി അതിനുള്ള ഒരു വെള്ളവും കൂടെ ചേർക്കാമെങ്കിൽ അരിയും കൂടെ വെന്ത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദം ചെയ്യാം. നമ്മൾ ആ ചിക്കൻ നോക്കിയേ ഒത്തിരി അങ്ങ് ഒരു റോസ്റ്റ് പരുവം, ആ പരുവത്തിനാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ എക്സ്ട്രാ എണ്ണയോ വഴട്ടാനോ അങ്ങനെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അന്ന് നമ്മൾ നേരത്തെ ചേർത്ത അതേ സാധനം തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ചിക്കൻ അധികം പണിയൊന്നുമില്ല. ഞാൻ ഈ റൈസ് കുക്കറിൽ തന്നെ അത് ദം ചെയ്യാൻ പോവാ. അപ്പോൾ എപ്പോഴും ചൂടായിട്ടിരിക്കുകയും ചെയ്യും. ഇനി ഇതിനകത്ത് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ആ ബിരിയാണി മസാല ഇല്ലേ, അത് മസാല ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും നമ്മളത് ഓഫ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഫ്ലേവർ എൻഹാൻസിങ് ആയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പൊടി ഒരു ഇച്ചിരിയും കൂടി ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ഇട്ടേച്ച് ഒന്ന് ഇളക്കുക, ഓഫ് ചെയ്യുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇത് കുറച്ച് മല്ലിയില, പുതിന ഇലയും കൂടെ മിക്സാണ്. ഇനി കുറച്ച് ഞാൻ വെച്ചേക്കാം. ഏതാണെന്നറിയോ, നമുക്ക് കുറച്ച് ദം ചെയ്യുമ്പോഴത്തേന് വേണ്ടേ, അതിനാണ്. റൈസ് കുക്കറിൻ്റെ 2 പാത്രം, ഒരു പാത്രത്തിനകത്ത് നമ്മൾ ചോറ് വേവിച്ചു. നെക്സ്റ്റ് നമ്മൾ ആ റൈസ് കുക്കറിനകത്തോട്ട് വെച്ചേക്കുക. ഇനി ഞാൻ ഫസ്റ്റ് ദം ചെയ്യാൻ പോകുന്ന ആദ്യം ഒരു ഇച്ചിരി നെയ്യാ ഒഴിക്കണ്ടേ, പക്ഷെ ഇതിനകത്ത് തന്നെ കുറച്ച് എണ്ണയുണ്ട്. ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നിങ്ങളത് കാണുമ്പോൾ അയ്യേന്ന് തോന്നുമായിരിക്കും. പക്ഷെ എനിക്കത് തോന്നത്തില്ല. കാര്യം എന്നാണെന്നറിയോ, ഇതും ആ മസാലയല്ലേ, എന്നെ തന്നെ വെറുതെ കളയുന്നത്. ഒരു ഫ്ലേവർ വരുന്നേക്കാട്ടിലും മേളിൽ എന്നിട്ട് കുറച്ച് നെയ്യ് നമുക്ക് ചേർക്കാവേ. ഒരു ഇച്ചിരി ചോറ് ഇട്ടേച്ച് ബാക്കി ഇതിടാം.
നെക്സ്റ്റ് കുറച്ച് ചോറ്. ഇതിൻ്റെ മേളിൽ നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വെച്ചിരിക്കും. നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതും ഇടാം. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഒരുപാട് ഇട്ടില്ല. ഒരു 2 ഡ്രോപ്പ് നെയ്യ് ഒഴിക്കുവാന്നേ. ആക്ച്വലി ഈ ചിക്കൻ ദമ്മിടാനും അങ്ങനെയൊന്നും ഞാൻ ആർക്കും പറഞ്ഞു തരണ്ട. പക്ഷെ എന്നാലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വേണ്ടേ പറഞ്ഞു കൊടുക്കാനായിട്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ചോറ്, ഓക്കെ. ഇനി ഇതിൻ്റെ മേളിൽ ബാക്കി വറുത്ത് വെച്ച ഉള്ളി, നട്ട്സ്, ഇത് മുന്തിരിങ്ങ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഇടാം. ഇതിപ്പോൾ ഞാൻ അധികം ഇട്ടിട്ടില്ല, കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കി വരുന്ന എണ്ണ, ഇപ്പം നമുക്ക് നെയ്യ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉപയോഗിച്ചില്ലേ ഏതാ ഉള്ളി വറുത്ത എണ്ണ, അത് ഇച്ചിരി ഒഴിച്ചാലും മതി. റൈസ് കുക്കറിൽ വെച്ചാലുള്ള ഒരു ഗുണം എന്നാണെന്നറിയോ, അടി പിടിക്കുകയില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ കഴിയുന്നതും റൈസ് കുക്കറിൽ ചെയ്യുന്നത് നല്ല. ഇതൊക്കെ ഞാൻ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്നോ എന്ന് അറിയത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഞാൻ എന്നാ ചെയ്തു, അമ്മ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, അതായത് ഒരു ചരുവത്തിൽ ദമ്മിട്ട് അങ്ങനെ എടുക്കാനാ. അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം ഇതിനും ഒരു പ്രാവശ്യം ചെയ്ത് കൊടുക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഒറ്റ ഇതെന്നാന്നറിയാം, ബിരിയാണി ആണെങ്കിലും ഏത് ഭക്ഷണമാണെങ്കിലും ഭയങ്കര ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. അത് ഇത് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അത് ഗ്യാരണ്ടിയാണ്. ഇനി വീട് വൃത്തിയാക്കിക്കോട്ടെ. അത് മാത്രമല്ല, ശ്രീനേട്ടൻ വരാൻ സമയമായി. ഒത്തിരി വർത്താനം പറയാനുണ്ട് ശ്രീനേട്ടനോട്.